കഷ്ടപ്പെട്ട് രാത്രിയും പകലും അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എവിടെ നിക്ഷേപിക്കണമെന്ന ആശങ്ക ഇന്ന് പലർക്കുമുണ്ട്. കയ്യിലുള്ള പണം സുരക്ഷിതമായിരിക്കണം, ഒപ്പം നല്ല ലാഭവും കിട്ടണം. ഇതിനായി നമ്മളിൽ ഭൂരിഭാഗം പേരും ആദ്യം ഓടുന്നത് ബാങ്കുകളിലേക്കാണ്. എന്നാൽ ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ എത്രയോ ഇരട്ടി സുരക്ഷിതത്വവും ഉയർന്ന പലിശയും നികുതി ഇളവുകളും നൽകുന്ന മറ്റൊരു മികച്ച ഓപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ഭാരതീയ തപാൽ വകുപ്പിന്റെ അഥവാ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ സമ്പാദ്യ പദ്ധതികൾ. വലിയ ബാങ്കുകളെ പോലും അപേക്ഷിച്ച് പോസ്റ്റ് ഓഫീസ് പദ്ധതികളെ ഇത്രയധികം ആകർഷകമാക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് പരിശോധിക്കാം. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം പണത്തിന്റെ സുരക്ഷിതത്വമാണ്. ഏതൊരു പ്രമുഖ ബാങ്കിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചാലും ആ ബാങ്കിന് എന്തെങ്കിലും തകർച്ച സംഭവിച്ചാൽ DICGC ഇൻഷുറൻസ് വഴി നിങ്ങൾക്ക് പരമാവധി 5 ലക്ഷം രൂപ വരെ മാത്രമേ തിരികെ ലഭിക്കൂ. നിങ്ങളുടെ നിക്ഷേപം 20 ലക്ഷമാണെങ്കിൽ പോലും ബാക്കി തുക നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ പോസ്റ്റ് ഓഫീസ് പദ്ധതികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാക്ഷാൽ കേന്ദ്ര സർക്കാരാണ്. പോസ്റ്റ് ഓഫീസിലെ നിങ്ങളുടെ ഓരോ രൂപയ്ക്കും 100% സർക്കാർ ഗ്യാരണ്ടിയുണ്ട്. അതുകൊണ്ട് ഒട്ടും ഭയപ്പെടാതെ എത്ര വലിയ തുകയും ഇവിടെ നിക്ഷേപിക്കാം. പലരും വിചാരിക്കുന്നത് ബാങ്കുകളിലാണ് കൂടുതൽ പലിശ എന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. സാധാരണ ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളെക്കാൾ ഉയർന്ന പലിശ നിരക്കാണ് പല പോസ്റ്റ് ഓഫീസ് പദ്ധതികൾക്കും ഉള്ളത്. പെൺകുട്ടികൾക്കായുള്ള സുകന്യ സമൃദ്ധി യോജന, മുതിർന്ന പൗരന്മാർക്കുള്ള സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം ഉയർന്ന റിട്ടേൺസ് നൽകുന്നവയാണ്. കേന്ദ്ര ധനമന്ത്രാലയം എല്ലാ 3 മാസം കൂടുമ്പോഴും ഈ പലിശ നിരക്കുകൾ വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ പരിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഉപരി പോസ്റ്റ് ഓഫീസിലെ കോമ്പൗണ്ടിംഗ് ഫീച്ചർ നിങ്ങളുടെ ലാഭം ഇരട്ടിയാക്കാൻ സഹായിക്കും. ബാങ്ക് പലിശയ്ക്ക് വലിയൊരു തുക നികുതിയായി കൊടുക്കേണ്ടി വരാറുണ്ട്. എന്നാൽ പോസ്റ്റ് ഓഫീസിലെ PPF, സുകന്യ സമൃദ്ധി യോജന തുടങ്ങിയ ജനപ്രിയ പദ്ധതികൾ വരുന്നത് ഈ കാറ്റഗറിയിലാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നികുതിയില്ല, വർഷാവർഷം ലഭിക്കുന്ന പലിശയ്ക്ക് നികുതിയില്ല, കാലാവധി പൂർത്തിയാക്കുമ്പോൾ കയ്യിൽ കിട്ടുന്ന മുഴുവൻ തുകയ്ക്കും പൈസ നികുതി കൊടുക്കേണ്ടതില്ല. ഇതിനു പുറമെ 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റ്, NCC എന്നിവയ്ക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെയുള്ള നികുതി ഇളവ് ലഭിക്കും. ബാങ്കുകളിൽ നിങ്ങളുടെ പലിശ വരുമാനം ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ബാങ്കുകാർ നിർബന്ധമായി TDS കുറയ്ക്കും. എന്നാൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകളിൽ സാധാരണയായി നേരിട്ട് TDS ഈടാക്കാറില്ല. ഇത് വലിയൊരു ആശ്വാസമാണ്. എങ്കിലും നിങ്ങളുടെ ആകെ വരുമാനം നികുതി പരിധിയിൽ വരുന്നുണ്ടെങ്കിൽ അത് IT റിട്ടേൺസിൽ കാണിക്കണമെന്ന് മാത്രം. ബാങ്കുകളിൽ സാധാരണ FD, RD എന്നിവ മാത്രമാണ് ഉള്ളതെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അങ്ങനെയല്ല. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ അറിഞ്ഞുള്ള പദ്ധതികളുണ്ട്. പെൺകുട്ടികളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും സുകന്യ സമൃദ്ധി യോജന ഉപയോഗപ്പെടുത്താം. മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിത വരുമാനത്തിന് SSC/SS, മാസാമാസം കൃത്യമായ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമും, ചുരുങ്ങിയ കാലം കൊണ്ട് പണം കൃത്യമായി ഇരട്ടിയാക്കാൻ കിസാൻ വികാസ് പത്രയും എന്നിവയും ഉപയോഗപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കുകൾക്ക് പോലും ഇല്ലാത്തത്ര ശക്തമായ ഒരു ശൃംഖലയാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിനുള്ളത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വിദൂരമായ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാണ്. വലിയ തുകയുള്ളവർക്ക് മാത്രമല്ല, വെറും 100 രൂപ മുതൽ ഇവിടെ നിക്ഷേപം ആരംഭിക്കാം. 500 രൂപയുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് തുറക്കാം. കൂടാതെ ബാങ്കുകളെ അപേക്ഷിച്ച് മറ്റ് മറിഞ്ഞിരിക്കുന്ന ചാർജുകളോ അക്കൗണ്ട് പരിപാലന ഫീസോ ഇവിടെ ഈടാക്കുന്നില്ല. മറ്റൊരു മികച്ച നേട്ടം വായ്പാ സൗകര്യമാണ്. നിങ്ങൾ PPF പോലുള്ള ലോങ് ടൈം സ്കീമുകളിൽ നിക്ഷേപിക്കുന്ന ആളാണെങ്കിൽ അക്കൗണ്ടിലുള്ള ബാലൻസ് തുക ഈടായി കാണിച്ച് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് ലോൺ എടുക്കാനും സാധിക്കും. ചുരുക്കത്തിൽ, പണം നഷ്ടപ്പെടുമെന്ന ഭയമില്ലാതെ ഉയർന്ന പലിശയും നികുതി ലാഭവും നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്ന ഒന്നാണ് പോസ്റ്റ് ഓഫീസ് സമ്പാദ്യ പദ്ധതികൾ. അനാവശ്യമായ സർവീസ് ചാർജുകൾ നൽകി ബാങ്കുകളിൽ പണം കളയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണിത്. ഇപ്പോൾ മടിക്കേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച് നിങ്ങളുടെ കുടുംബത്തിന് അനുയോജ്യമായ ഒരു സമ്പാദ്യ പദ്ധതി തിരഞ്ഞെടുക്കുക. ഈ വിവരങ്ങൾ ഉപകാരപ്രദമായും തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.